ഫ്രീ ഫയറിൽ കുറേയധികം വെപ്പൺസ് ഉണ്ട്. ഈ വെപ്പൺസിലൊക്കെ എങ്ങനെയാണ് വെപ്പൺ ഗ്ലോറി കയറാനുള്ള കുറച്ച് ടിപ്സും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സീസൺ മാറുമ്പോൾ തന്നെ കുറേ മച്ചന്മാർ ഫസ്റ്റൊക്കെ കയറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കും എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ എന്നുള്ള ലൈക്ക് ടാർഗറ്റ് നിങ്ങൾ മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്ന വെച്ചാൽ ഒന്ന് മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയാണ് നമ്മൾ പറയാനുള്ളത്. സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എന്താ കാത്തിരിക്കുന്നത്? നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, വെപ്പൺ ഗ്ലോറി കയറുക എന്നുള്ള അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ചില ഗൺസിലൊക്കെ കയറാൻ അത്ര ഈസി. നമ്മുടെ ഫ്രീ ഫയറിൽ കുറേ അധികം ഗൺസ് ഉണ്ടല്ലോ. ഏതൊക്കെ ഗൺസാണ് നിങ്ങൾ കയറുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈസി ആവണം, പക്ഷെ മറ്റുള്ളവർക്കും അത് നല്ല ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ നിങ്ങളെയൊക്കെ നല്ല ഹൈറ്റിൽ ഗ്ലോറി വിഷാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഹാർഡുമായിരിക്കും. ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാം. ഫസ്റ്റ് എന്നുള്ള ടൈമിംഗ് ആണ്. നിങ്ങൾ BR ആണെങ്കിലും CS ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നല്ലതുപോലെ കളിക്കുക. നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന ടൈമായിട്ടായിരിക്കും മറ്റവരായാലും നിങ്ങൾ എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ സമയവും കളിക്കുക. കളിച്ചില്ലേ നിങ്ങൾ നല്ലതുപോലെ ഡൗൺ ആവും. ഇതൊരു കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ BR നമ്മൾക്ക് ഇഷ്ടമുള്ള ഗൺസോ എടുക്കാം. അതുപോലെയല്ല CS ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ CS കളിക്കുമ്പോൾ മസ്റ്റായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചില്ല നിങ്ങളെ പോയിന്റ് നല്ലതുപോലെ കുറയും. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇതാണ്, ഓരോ ലോഡ് ഔട്ടുമാണ്. കെല്ലിക്ക് ഈ ഗൺസൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും നല്ലത് വെച്ചാൽ നിങ്ങൾക്ക് കളിക്കാൻ ഏറ്റവും ഈസി ആയത് നിങ്ങൾ എടുക്കാം. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മിനി യൂസാണ്. മിനി യൂസിൽ നമുക്ക് നല്ലതുപോലെ ഹെഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെഡ് അടിച്ചിട്ട് ഒരു സ്കോഡ് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50-80 പോയിൻറ്റ്സ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത റോയിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അടുത്ത റോയിൽ ഫസ്റ്റ് ഗണ്ണാണ് അതിനുകൂടി നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗൺസൊക്കെ സീസൺ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഗ്ലോറി കുറവാണ്. പിന്നെ അടുത്തതായി വരുന്നത് AUG ആണ്, പിന്നെ ബൈസണ്, പിന്നെ MP5 ആണ് ഇതിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ എല്ലാവരും MP5 ആണ് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് വിശ്വാസമായിട്ട് നിങ്ങളുടെ വെപ്പൺ ഗ്ലോറി തന്നെ എടുത്ത് നോക്കുക. എല്ലാവരും MP5 യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ കളിക്കുക. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുക നിങ്ങൾ പറഞ്ഞിരുന്ന അറിയോ? നല്ല വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്സ് കൊണ്ടാണ്, നല്ല വർക്കാവുന്ന ട്രിക്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ വെപ്പൺസാണ്. അതിനാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് പറഞ്ഞത് വെപ്പൻ്റെ. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കെല്ലീൻ്റെ ഇതൊക്കെ മാത്രമാണുള്ളത്. അടുത്തതായി വരുന്നത് നമ്മളുടെ ഹയാട്ടോ ആണ്. ഹയാട്ടോയിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നത്, നിങ്ങൾ ഈസി ആയി തോന്നുന്നെടുത്ത് ഞങ്ങൾ കളിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആ ലോഡൗട്ട് വരുമ്പോൾ നിങ്ങൾ അതെടുത്ത് ചോദിക്കുക. അടുത്തതായിട്ട് ലൗറയാണ്. ലൗറേൻ്റെ നിങ്ങൾക്ക് ഈസി ഉള്ള തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്ത റാഫേലിലും ഇതാണ്. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. നിങ്ങൾ വെപ്പൺ ഗ്ലോറി കുറയുന്നുണ്ടോ? അത് നിങ്ങൾ ഈ മിസ്റ്റേക്സൊക്കെ ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു തരാം. ഒരു മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു എയ്സ് എടുത്തു, ഒരു ഗണ്ണിനെ കൊണ്ട് എയ്സ് എടുത്ത് അടുത്ത റൗണ്ടിൽ നിങ്ങൾ ആ ഗണ്ണെടുത്ത് പോയി. അപ്പോൾ നിങ്ങൾ ആ ഓപ്പോസിറ്റ് എനിമി നിങ്ങൾ അടിച്ചിട്ടു. അടുത്ത റൗണ്ട് നിങ്ങൾ ആ ഗണ്ണ് തന്നെ എടുത്ത് പോയിട്ട് എനിമീനെ അടിക്കാൻ നോക്കി. അപ്പോൾ എനിമി നൈസ് നിങ്ങൾ അടിച്ചിട്ടു. അപ്പോൾ എന്താകും? എനിമിക്ക് നിങ്ങൾ ഏത് ഗണ്ണിനെ കൊണ്ടാണ് ഈസ് എടുത്തത് ആ ഗണ്ണിൽ നിങ്ങൾ എനിമീനോട് അടി വാങ്ങുകയാണെങ്കിലും കുറയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു എയ്സ് അടിച്ച് ഗണ്ണില്ലേ, അത് അടുത്ത റൗണ്ടിൽ ഒഴിവാക്കി നിങ്ങൾക്ക് അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വെപ്പൺ ഗ്ലോറി പോയിൻ്റ് കൂടുന്ന അടുത്തൊരു ഗണ്ണിടുക. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു ഹെഡ് അടിക്കുക. അങ്ങനെ ആ ഹെഡ് അടിച്ച് അതിനെക്കൊണ്ട് ഒരു എയ്സ് എടുത്താൽ രണ്ടും കൂടി നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ആയിട്ട് 80 പോയിൻ്റ് കിട്ടും. രണ്ടിനും 80 പോയിൻ്റ് നിങ്ങൾ ബോണസ് പോയിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 മാച്ച് കളിച്ചാൽ മതി. സീസണിൽ ഒരു 10 മാച്ച് കളിച്ചാൽ മതി. അടുപ്പിച്ച് ഇപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 മാച്ച് കളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡാം എടുത്തു, നിങ്ങൾ ടീമായിട്ട് അത് കുമ്മി അസിസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിൻ്റ് കിട്ടും? ഒരു 10-15 പോയിൻ്റ് കിട്ടും. എന്താ വെച്ചാൽ നിങ്ങൾ അടുത്തതായിട്ട് ഫുൾ ഡാമൊക്കെ കൊടുത്ത് ഫിനിഷ് വരെ ഹെഡിനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50-60 ഒക്കെ പോയിൻ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു എയ്സ് എടുത്ത ഗണ്ണില്ലേ അതിനെക്കൊണ്ട് നിങ്ങൾ പിന്നെയും പോയി എനിമി കൊണ്ട് അടി കിട്ടിയാൽ നിങ്ങൾക്ക് 3 പോയിൻ്റ് മൈനസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എടുത്ത ആ പോയിൻ്റിൽ നിന്നും മൈനസ് വരും. അതുകൊണ്ട് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് എടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് വയനാട് എടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തന്നെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ പോയിൻ്റ് കൂടുതലായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആലപ്പുഴ, വയനാട്, ഞാനൊക്കെ അങ്ങനെയാണ് കയറാൻ നോക്കുന്നത്.
അതുകൊണ്ട് അത് യൂസ് ചെയ്ത് വയനാട്ടിലൊക്കെ കയറാൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് വേഗം കയറാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗണ്ണിനെ കൊണ്ട് മാത്രമേ നിങ്ങൾ കളിക്കരുത്. ഒരു ഗണ്ണം കൊണ്ട് കളിച്ചാൽ നിങ്ങളെ ഗ്ലോറി നല്ല കുറയും. അപ്പോൾ മറ്റേ റൗണ്ടിലൊന്നും ആ ഗണ്ണ് വന്നില്ല, നിങ്ങൾ കുറേ ഗണ്ണെടുക്കാം, കുറേ ഗണ്ണിനെ കൊണ്ട് കയറാൻ നോക്കുക. അതിനാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കുറേ ലോഡായിട്ട് കാണിച്ചത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ അത് പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യാം. അല്ലാണ്ട് വേറെ ആരും എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യാം, എന്നാലേ ട്രിക്ക് വർക്കാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് നല്ലതുപോലെ പോയിൻ്റ് കിട്ടും. 80 പോയിൻ്റൊക്കെ ഒരു മാച്ച് കിട്ടുകയാണെങ്കിൽ ബോണസ് പോയിൻ്റ് ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു എനിമീനെ അടിച്ചു വിചാരിക്കും, ആ എനിമിയെ നിങ്ങൾ ഹെഡ് അടിച്ചില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് റൗണ്ടാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ആ എനിമീനെ ഹെഡ് ഡൗൺ ഇട്ടിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ആ ഡൗൺ ഇട്ട എനിമീനെ ഹെഡ് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 പോയിൻ്റൊക്കെ ലഭിക്കും. ഇതൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും 80 പോയിൻ്റ് കളി കഴിയുമ്പോൾ കിട്ടും. എനിക്ക് എല്ലാ കളിയിലും 50+ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം. കണ്ടോ 80+ പോയിൻറ്റ് ലാസ്റ്റത്തെ. ഇങ്ങനെ എല്ലാം യൂസ് ചെയ്ത് ഈ ട്രിക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇത്രയും കൂടിയത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ചെയ്യുക. ഞാൻ അങ്ങനെ വയനാട് കുറേ വട്ടം കയറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനി കയറാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഗൺസ് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം.